ഇന്നേ സിമ്പിൾ ആയിട്ടൊരു കറി ഉണ്ടാക്കാന്ന് വെച്ചു. നമ്മൾ കൊള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഓൾറെഡി നമ്മള് ഇഷ്ടമുണ്ടാക്കി ബാക്കി ഒരു കൊള്ളി ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ടൊരു കറി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കൊള്ളി ചെറിയ പീസാക്കി നുറുക്കിയിട്ട് കഴുകുക. നമുക്ക് കുക്കറിലിട്ടിട്ടൊരു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 2 വിസിലടിക്കാം. കൊള്ളി ആൾക്കാർക്ക് കറി ഉണ്ടാക്കണത് അറിയില്ല. മിക്കവരും ഇഷ്ടമുണ്ടാക്കും, പിന്നെ പുഴുങ്ങി കഴിക്കും. ഒരു ദിവസമൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇതിൽ ഞാനിതാ ഒരു ചെറിയ സ്പൂണിൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. മുളകും പൊടി 1/2 സ്പൂൺ ഇട്ടത്. ഒരു 1-1.5 സ്പൂൺ ഇടാം നമുക്ക്. 1 സ്പൂണായി. 1.5 സ്പൂണിൽ മുളകും പൊടി, പിന്നെ ഒരു പച്ചമുളക് നടുമുറിച്ചത്. അത് ഓപ്ഷണലാണ്, ഉള്ളവരിട്ടാൽ മതി. ഒരു തണ്ട് കറിവേപ്പില, പിന്നെ പുളി പിഴിഞ്ഞത്. ഇത് വാളംപുളി, കോൽപ്പുളി എന്നൊക്കെ പറയില്ലേ, സാമ്പാറിലൊക്കെ യൂസ് ചെയ്യണേ. ആ പുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് വെച്ചത്. അതിൻ്റെ വെള്ളം ഒഴിക്കാം. ഇനി മറ്റേ കുടംപുളി വേണമെന്നുണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇടാം. കുറച്ച് ഉപ്പിടാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം. കിഴങ്ങ് വേകുമ്പോഴത്തേനും നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് പുളി മാത്രമല്ലേ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ സിമ്പിളായ ഒരു കറി കേട്ടോ അത്. അപ്പൊ ഇൻഗ്രീഡിയൻസിന്റെ അളവും വെള്ളത്തിന്റെ അളവൊക്കെ നമ്മൾ എത്രയാണോ കൊള്ളി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ. ഞാനിപ്പോ ഒരു 2 കൊള്ളിയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ്. അപ്പൊ അതിന്റെ ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ എടുക്കണവർക്ക് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂട്ടാം, കുറവാണെങ്കിൽ കുറയ്ക്കാം. അപ്പൊ ഇതാ നമ്മളുടെ പുളിയും മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും കിഴങ്ങ് 2 വിസിൽ വന്ന് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എയർ പോയിട്ട് നമുക്ക് തുറന്ന് അതിൽ വെള്ളം കളഞ്ഞിട്ട് കിഴങ്ങിടാം. ഈ കിഴങ്ങ് വർഗ്ഗമായോണ്ടേ ഗ്യാസിന്റെ പ്രശ്നമുള്ളവര് കുറച്ച് വെളുത്തുള്ളി ഇതിലിട്ടോട്ടാ. നമ്മളിപ്പോ ആഡ് ചെയ്തിട്ടില്ല. ഇതാ കിഴങ്ങ്. നമുക്കിതിലെ വെള്ളം വാറ്റിക്കളയാം. ഇനി നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം. ഇതാ കിഴങ്ങിട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കിടന്നിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് നേരം തിളക്കട്ടെ. വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാട്ടോ. ഇതിലിപ്പോ കുറച്ച് വെള്ളം കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാൻ പോവേണ്ട. 1 ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്യട്ടെ. അപ്പൊ അതേ 1 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ആഡ് ചെയ്യണ്ട. കറി നല്ല ഗ്രേവി പോലെ വേണ്ടവര് വെള്ളം കൂടുതൽ ആഡ് ചെയ്യാം. അല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ വെള്ളം അധികം ആഡ് ചെയ്യണ്ട. ഇവിടെ നമുക്ക് കുറച്ച് ചാറ് പോലെ ആണ് ഇഷ്ടം. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ കിഴങ്ങൊന്ന് കുത്തി ഉടയ്ക്കണ പോലെ കൊടുത്തു നോക്കട്ടാ. ചെറിയ പീസാക്കി അരിഞ്ഞിടാം. നന്നായി ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ തിളയ്ക്കുമ്പോഴത്തേനും നമുക്കത് കാച്ചാൻ ഉള്ള പരിപാടി നോക്കാം. കാച്ചാനൊന്നുമില്ല, ജസ്റ്റ് കടുകും വറ്റൽമുളകും മാത്രം നമ്മൾ കാച്ചി ഒഴിക്കണം. അപ്പോൾ ആ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാവും. കടുക് 1/2 സ്പൂൺ കടുകിടുക. അത് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് മുറിച്ചിടുക.
അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് ഇടാണ്. പിന്നെ 2 തണ്ട് ചെറുത് കറിവേപ്പില. കടുകും വറ്റൽമുളകൊക്കെ ആയതുകൊണ്ട് നമുക്കിത് കറി തീ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓഫ് ചെയ്ത്